ഇന്നത്തെ പുതിയ വിശേഷം ഉദയപൂരിലെ വിശേഷമാണ് കേട്ടോ. ഞങ്ങൾ ഉദയപൂരിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ നല്ലൊരു ലേക്ക് കണ്ടു. കുറച്ച് നേരം അവിടെ നിന്ന് ആ ലേക്കിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത ഇതിലേക്ക് പോയത്. ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിറയെ സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. കുറേ പേര് കാണാൻ ആൾക്കാരും എല്ലാം ഉണ്ട്. അവിടെ ഒത്തിരി ആളുണ്ടായിരുന്നു. കണ്ടിട്ട് ഞങ്ങൾ പോകുന്നത് പിച്ചോള ലേക്ക് എന്ന് പറഞ്ഞ ഒരു ലേക്കിലേക്കാണ്. അവിടെ പോയാൽ നല്ല സ്വാരസ്യമായ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങോട്ട് ഞങ്ങൾ കുറച്ച് ചെല്ലുന്നുടനെ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിങ് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ചിട്ട് എന്താ കണ്ടെന്നറിയാമോ, ഈ ലേക്കിൻ്റെ ചുറ്റിൽ നമുക്ക് ഒട്ടകത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ഒട്ടക സവാരി ഞാൻ ചെയ്തില്ല, എൻ്റെ കൂടെ വന്ന് പിള്ളേരൊക്കെ ചെയ്തു. ഞാൻ കയറിയില്ല കേട്ടോ. എന്നിട്ട് ഒട്ടക സവാരിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ തിന്നാൻ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ, അങ്ങനത്തെ കുറേയൊക്കെ വാരി കഴിച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. ഒട്ടകം കണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് ആൾക്കാരെ കേട്ട്. ഇന്നലെ ഞങ്ങൾ വന്നു, പക്ഷെ രാത്രി ആയതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു, കയറിയില്ല കേട്ടോ. അടുത്തൂടെ റെഡിയാ നിൽപ്പുണ്ട്. രാവിലെ നല്ല ഒരുക്കി മിനുക്കി നിർത്തിയിരിക്കുക. ഒട്ടകത്തിന് നിർത്തിയിരിക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട് മുഖം കാണുന്നില്ല ഒന്നിൻ്റെ. വേണ്ട എത്ര എണ്ണമാണ്, നല്ല സുന്ദരികളാണ് കണ്ടാൽ കേട്ടോ. അതാ നാലെണ്ണത്തിനെ നിർത്തിയിട്ടുണ്ട്. നല്ല ബിസിനസ്സാണ് കേട്ടോ. ഇങ്ങനെ ഒരുക്കി നിർത്തി ഇങ്ങനെ കൊണ്ടുപോകുമല്ലേ ആൾക്കാരെ കൊണ്ട്. അല്ലേ എന്നോട് പോകണമെന്ന് ചോദിച്ചതാ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ. രാത്രി ആയതുകൊണ്ട് അതിന് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അടിപൊളിയായിട്ടുണ്ട്. കയറുന്നുണ്ടോ, നമ്മുടെ പെയിന്റ് അടിക്കുന്ന സ്റ്റാൻഡ് പോലത്തെ സംഭവം വെച്ചിട്ട് ഇതേ കൂടാണ് ഇങ്ങനെ കയറുന്നത്. ഇങ്ങനെ കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലാതെ കയറാൻ പറ്റത്തില്ല. പക്ഷെ പേടി തോന്നും നമുക്ക് കയറുമ്പോൾ. കയറാൻ സൗകര്യം ചിലർക്കൊക്കെ പേടിയുണ്ട്, അല്ലാതെ കയറുന്നത് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നവർക്ക് അത് കണ്ട കയറിയിരുന്നു കണ്ട. ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാലും കൂടെ അതിനിടയ്ക്കോട്ടൊരു കയറിങ്ങനെ ഞാത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. സെപ്പറേറ്റ് അതിനെ പിടിക്കാൻ. അത് പുറമ്പോട്ട് കാലിട്ടൊരു തൊഴിച്ചൊഴിച്ചാൽ തീർന്നു. അതാ ഞങ്ങൾ അതിൻ്റെ ബൂട്ടിലാണ് നിൽക്കുന്നത്. ഒട്ടകം മാത്രമല്ല കുതിരയും ഉണ്ട് കണ്ടോ. അത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കുതിര സവാരിക്ക്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ. പിച്ചോല ലേക്കും ബാക്കി എന്തൊക്കെ ഞങ്ങൾ കണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ഉദയപൂരിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഇതിൽ കേട്ടോ.